ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഒരു കർക്കിടക സ്പെഷ്യൽ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു മരുന്ന് തേങ്ങ എന്നൊക്കെ പറയും, ആ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചെറിയ ജീരകം ഒന്ന് വറുത്തെടുക്കും. ഇതൊക്കെ പഴയ ആളുകൾ മുതലേ ഇങ്ങനെ ഉണ്ടാക്കി വരുന്ന, ശരിക്കും ഒരു പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി വരുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ കർക്കിടകത്തിൽ നമ്മൾ മരുന്ന് കഴിക്കുമല്ലോ, മരുന്ന് കഞ്ഞി, മറ്റേ കർക്കിടക മരുന്നൊക്കെ കഴിക്കും പോലെ മരുന്ന് തേങ്ങ. അപ്പോൾ അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതേ അളവിൽ തന്നെ ഉലുവ വറുത്തെടുക്കാം. ഞാനിവിടെ 2 തേങ്ങ ആണ് നിറച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ഇനിയിപ്പോൾ അത് ഉലുവ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഒരു ബ്രൗൺ കളർ ആകുന്ന ടൈമിൽ നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് അരി, പുഴുങ്ങൽ അരി വറുത്തെടുക്കാം. അതും അവിടെ ചൂടാറട്ടെ. അപ്പോഴേക്കും ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, അത് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഫൈനാക്കിയിട്ട് തന്നെ പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതേ ജാറിൽ തന്നെയാണ് നമ്മൾ അരിയും പൊടിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങ ഞാൻ കാണിച്ചതുപോലെ മേലത്തെ ചകിരിയൊക്കെ പോക്കിയിട്ട് നന്നായിട്ട്, ആ ചകിരി ഒട്ടും ഇല്ലാതെ തന്നെ തേങ്ങ നന്നായിട്ട് ഫൈനാക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ 3 കണ്ണുള്ള അവിടുന്ന് ഒരു കണ്ണ് മാത്രം നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് വെള്ളം കളഞ്ഞെടുക്കാം. ഞാൻ 2 തേങ്ങ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളിൽ നിന്ന് പാതി നമുക്ക് ഒരു തേങ്ങയിൽ നിറച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ മരുന്നായിട്ട് ആകെ ചെറിയുള്ളിയും ഉലുവയും ജീരകവും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ചിലർ കർക്കിടക കഞ്ഞിയിലൊക്കെ അല്ല കർക്കിടക മരുന്നിനൊക്കെ യൂസ് ചെയ്യുന്ന മരുന്നൊക്കെ ഉപയോഗിക്കും. ഞങ്ങളിങ്ങനെയാണ് നോർമലി ഉണ്ടാക്കാറ്. അത് ഉള്ളി ഇട്ടതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും ജീരകവും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നത് കൂടി തേങ്ങയിലേക്ക് ഇട്ടിട്ട്, ഇനിയിപ്പോൾ ഇത് ആ ഒരു പൊടിയും ഉള്ളിയും പുറത്ത് പോവാതിരിക്കാൻ ഇതുപോലൊരു കമ്പിൻ്റെ ഒരു കഷ്ണം അതിലേക്ക് നന്നായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊന്നും പുറത്തിയാടിപ്പോവില്ല. ഇനിയിപ്പോൾ അടുപ്പിൽ നല്ല കണലാക്കിയതിന് ശേഷം നമുക്ക് ആ തേങ്ങ അതിൽ വെച്ചിട്ട് നന്നായി കണലിൽ വെച്ചിട്ട് മൂടിക്കൊടുക്കാം. തേങ്ങ ഒട്ടും കാണാത്ത രീതിക്ക് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അത് കണ്ടില്ലേ, ഒരു ഭാഗം നന്നായി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മറിച്ചിട്ടിട്ട് ആക്കിക്കൊടുക്കാം. അങ്ങനെ തേങ്ങ നന്നായി മുഴുവൻ ഇതുപോലെ ആ ചിരട്ടയൊക്കെ നന്നായിട്ട് കളർ മാറി ഒന്ന് കത്തിയതായി കണ്ടാൽ, എന്ന് വെച്ചിട്ട് തീ ഇങ്ങനെ കത്തിക്കാനും പാടില്ല ഈ തേങ്ങ വെച്ചാൽ. അങ്ങനെ ചിരട്ട മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു ജാറിലേക്ക് നമുക്ക് തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ ഒരു മസാലയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരിഞ്ഞെടുക്കണമെന്നൊന്നുമില്ല, ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും ശർക്കരയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കും. എന്നിട്ട് തേങ്ങ ക്രഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് തന്നെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്താക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ള ഹെൽത്തി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്.